ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു ഡിഫൻസ് ന്യൂസ് ഇപ്പൊ പുറത്ത് വരുന്നുണ്ട്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമേ ഇത് മലയാളത്തിൽ കൊടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വേറെ ആരും ഇത് കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കമന്റ് ബോക്സ് മുഴുവൻ ഇന്ന് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ അലൻ ജോസ് പെരേര പറയും പോലെ കുറെ അലൻ ജോസ് പെരേരമാരെ കൊണ്ട് നിറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ ഒരു അന്തർവാഹിനി മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ നാട്ടുകാർ വിചാരിക്കും ഈ ഗുരുവായൂരിൽ ആനയോട്ടം ഒക്കെ നടക്കുന്നത് പോലെ അന്തർവാഹിനികൾ കൊണ്ടിട്ടോ. അതല്ല സംഭവം, അതല്ല. അന്തർവാഹിനി മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൽവാരി എന്ന് പറയുന്ന അന്തർവാഹിനി നമ്മൾ ബേ ഓഫ് ബംഗാളിൽ വിന്യസിച്ചിട്ടുണ്ട്. പെട്രോളിങ്ങിനും പിന്നെ നിരീക്ഷണത്തിനും പിന്നെ നമുക്കെതിരെയുള്ള ശത്രുക്കളെ നേരിടാനും സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങളും വിന്യസിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ചൈനയൊക്കെ അവരുടെ തീരത്ത് എന്തോരം അന്തർവാഹിനികൾ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ പല പ്രമുഖ നിരീക്ഷകന്മാരും പറയുന്നത്, അത് ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ ടോപ്പിക് അല്ല. ഈ ചൈനയുടെ ആ കടലുണ്ടല്ലോ, കടലിന്റെ പേര് ഞാൻ മറന്നുപോയി, ദക്ഷിണ ചൈന കടൽ. ദക്ഷിണ ചൈന കടലിൽ അമേരിക്ക വലിയ രീതിയിലുള്ള ഒരു ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു മേൽക്കൈ നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ചൈന അറിയാതെ അങ്ങ് അൺഫാക്ടംഡ് ആയിട്ടുള്ള ആ ഒരു ആഴങ്ങളിൽ അമേരിക്കൻ അന്തർവാഹിനികൾ കിടക്കുന്നുണ്ടായിരിക്കും. അത് ചൈനയ്ക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ലായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഒരു കോൺസ്പിറസികളാണ് ഈ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ബംഗാൾ ഉൾക്കടലിൽ ഒരു അന്തർവാഹിനി മത്സരം നടക്കുന്നത്. ഇത് ആരായിട്ടാണ് മത്സരിക്കുന്നത് അറിയാമോ? നമ്മളോടാണ് മത്സരിക്കുന്നത്. ആരായിട്ടെന്നല്ല, നമ്മളോട്. ബംഗ്ലാദേശാണ് നമ്മളോട് മത്സരിക്കാൻ പറ്റുന്നത്. ബംഗ്ലാദേശ് ഇപ്പോ ദക്ഷിണ കൊറിയയുമായി കൈകോർത്ത് 6 പുതിയ സബ്മറൈനുകളാണ് ഇറക്കിയിരിക്കുന്നത്. ഈ 6 പുതിയ സബ്മറൈൻ നമ്മുടെ കൽവാരി എന്ന് പറയുന്ന സബ്മറൈനുകളെയാണ് വെല്ലുവിളിക്കുന്നത്. കൽവാരിയെക്കാട്ടിലും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സബ്മറൈനുകളാണ് അവർ ഇറക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ജർമ്മൻ ടൈപ്പ് രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കി ഷേവ് ടു ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് നിർമ്മിച്ച 6 മെച്ചപ്പെടുത്തിയ ജാങ് ബോഗോ ക്ലാസ് അന്തർവാഹിനികൾ ബംഗ്ലാദേശ് നാവികസേന ഇറക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അണ്ടർ വാട്ടർ ഫ്ലീറ്റ് ആണിത്. നമ്മുടെ കൽവാരിയെക്കാട്ടിലും ഇതിന് ശേഷിയുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്ക് ഇത് എന്നെ ഉദ്ദേശം തന്നെയാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഉദ്ദേശം തന്നെയാണ്. അത് നമ്മളെ ഉദ്ദേശം തന്നെയാണ്. നമ്മളെ അന്തർവാഹിനി പ്രവർത്തനങ്ങൾക്ക് അവർ തടയിടാനാണ് ഇത് ഇറക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും വേണ്ടിയാണ് ഇറക്കുന്നത് എന്നുള്ളതാണ്. ഇവരിത് വിക്ഷേപിക്കുന്നത് കോക്സ് ബസാറിനടുത്തുള്ള സ്ഥലത്താണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമ്മുടെ INS കൽവാരി, ഖണ്ഡേരി, കരഞ്ച്, വേല, വാഗിർ, വാക്ഷീർ എന്നിങ്ങനെയുള്ള ഇത്രയും നാവികസേനകൾക്ക് ഇവർ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. പിന്നെ ദക്ഷിണ കൊറിയയാണ് ഇത് ബംഗ്ലാദേശുമായിട്ട് സംയോജിച്ച് പ്രവർത്തിച്ച് ഇത് ഇറക്കി കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോ എന്തായിരിക്കും ബംഗ്ലാദേശ് ഇതിലൂടെ ഉദ്ദേശം വയ്ക്കുന്നത്? ഇതിന് പിന്നിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ? കാരണം ഇപ്പൊ ലോകം മുഴുവൻ നമുക്കറിയാം ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോ നമ്മുടെ ഈ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഞാഞ്ഞൂലും തലവെക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെ, യവന്മാരും നമുക്ക് പണിയാൻ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ പ്രതിരോധ വിദഗ്ധരെല്ലാം സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അപ്പുറത്ത് നടത്തിയപ്പോൾ ബംഗ്ലാദേശ് ഞങ്ങൾ അടിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ അവര് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ തീസ്താ പ്രഹാരം നടത്തി കാണിച്ചു കൊടുത്തത്. അതോടുകൂടി അവന്മാർ ഇങ്ങനെയുള്ള പത്തി ഇങ്ങനെയായി, അത് മടങ്ങിപ്പോയി. ഇപ്പോഴിതാ ഇപ്പുറത്തെ അന്തർവാഹിനിയും കൊണ്ടുവന്നിരിക്കുകയാണ്. 6 അന്തർവാഹിനികളെ ഞങ്ങളിപ്പോ ഇന്ത്യയെ അങ്ങ് ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. എന്താണ് ബംഗ്ലാദേശിന്റെ ഉദ്ദേശം? യവന്മാർക്ക് കിട്ടിയതൊന്നും പോലെ. അല്ല, ഇതിനെ ഞാൻ രണ്ട് ആംഗിളിലാണ് ഇത് കാണുന്നത്. ഞാൻ ഇതിനെ പ്രധാനമായും ഞാൻ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയപരമായി തന്നെയാണ് കാണാൻ ശ്രമിക്കുന്നത്. കാരണം ഈ ഏകാധിപത്യ ഭരണം, അല്ലെങ്കിൽ സൈനിക ഭരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അട്ടിമറികളിൽ കൂടെ വരുന്ന ഭരണാധികാരികളെ ആദ്യം ചെയ്യുന്നത് താനൊരു കരുത്തനാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് നമ്മൾ പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിലാണ് നമ്മൾ സ്ഥിരം ഇത് കാണാറുള്ളത്. അവിടെ ഒരു കരസേനാ മേധാവിയോ അല്ലെങ്കിൽ സൈനിക മേധാവിയോ ഒക്കെ ചാർജ് എടുത്ത് കഴിയുമ്പോൾ അദ്ദേഹം ഒന്ന് മൂരി നിവർത്തി ഇന്ത്യയുടെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ചൊറിയും. അത് ചെയ്യാറുണ്ട്. അമേരിക്കയിലാണെങ്കിൽ അവിടെ പ്രസിഡന്റുമാർ കയറി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒക്കെ രാജ്യത്ത് 2 മിസൈലൊക്കെ കൊണ്ടിട്ടിട്ട് ഒരു ഇച്ചിരി അപ്രമാദിത്വം കാണിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 1 മാസത്തെ വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്ഥിതി അത്ര ശോഭനമല്ല. കാരണം പ്രത്യേകിച്ച് യൂനസിന്റെ സ്ഥിതി അത്ര ശോഭനമല്ല. കാരണം യൂനസിനെതിരെ അവരെ കയറ്റിയവർ തന്നെ വലിയ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അധികാരത്തിൽ ഏറ്റിയത് 8ഓളം സംഘടനകൾ ചേർന്നാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആകെ ഉള്ളത് ഈ ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. അത് കൂടാതെ ഈ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒരു പാർട്ടി രൂപീകരിച്ചു. അന്ന് വിദ്യാർത്ഥി സംഘടനകൾക്ക് പാർട്ടി ഇല്ലായിരുന്നു, അവർ പാർട്ടി രൂപീകരിച്ചു. അതാണ് ബംഗ്ലാദേശ് സിറ്റിസൺ പാർട്ടി എന്ന് പറയും. അവരിവിടെ പാർട്ടി രൂപീകരിച്ചപ്പോഴത്തേനും
യൂണിവേഴ്സിറ്റി കാര്യം മനസ്സിലാവുമല്ലോ. എന്തായാലും അവരിപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എന്തായാലും വെറുതെ ഒരു പേരിന് വേണ്ടി രൂപീകരിച്ചില്ല, അവർ ഭരിക്കാൻ വേണ്ടി തന്നെ രൂപീകരിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതോടെ ഏതാണ്ടൊക്കെ ഒരു പിന്നെ ആകെ ഇപ്പോൾ ഉള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ മെയിൻ പണി എല്ലായിടത്തും വെടിമരുന്ന് നിറച്ചിട്ട് കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. വെടിപൊട്ടുമ്പോൾ ഇവന്മാര് അടുത്തടുത്തോട്ട് കുറ്റിയുമ്പോൾ അറച്ചോണ്ട് കൂടും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തെയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഇതൊക്കെ ഈ അവരുടെ തലയിലോട്ട് വെടിമരുന്ന് നിറച്ചു കൊടുക്കുന്ന പണിയാണ്. ഇപ്പൊ പാകിസ്ഥാനിലും വെടിമരുന്ന് നിറച്ചാണ് അവന്മാരെ ഈ പരുവത്തിൽ കൊണ്ട് എത്തിച്ചത്. ഈജിപ്ത്, പല രാജ്യങ്ങളും ഇത് തന്നെയാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പൊ അവന്മാരാണ് വെടിമരുന്ന് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് യൂനുസിന്റെ ചില വിദേശ യാത്രകൾ. ചൈനയിൽ പോയി വേണ്ടത്ര ഒരു ഫലം ചൈനയിലെ യാത്ര കൊണ്ട് ഉണ്ടായില്ല, കുറെ ഗീർവാണങ്ങൾ അടിച്ചു. എന്നാൽ ആ സമയം കൊണ്ട് ഇന്ത്യ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ചിക്കനെ അടക്കം ഹിമന്ത ബിശ്വ ശർമ്മ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമാണ്, കൂടുതൽ കളിച്ച ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഞങ്ങൾ അത് പിടിച്ചെടുക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് അവതരിപ്പിച്ചു. കാര്യം മനസ്സിലായി. ചൈനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ അന്ന് അന്ന് ചിറ്റഗോങ് മുറിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതോടുകൂടി നിങ്ങളുടെ വ്യാപാര ബന്ധം പൂർണ്ണമായും തീരുമെന്ന് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറൊരു ചിക്കൻ ഞെക്ക് കൂടെ ഉണ്ട് നിങ്ങൾക്ക്, അതും ഞങ്ങൾ മുറിച്ചെടുക്കും. അത് മുകളിൽ റങ്പൂറിനടുത്താണ്. ഈ ചിറ്റഗോങ് മുറിച്ചെടുക്കും എന്ന് പറഞ്ഞ ആ ചിക്കൻ നെക്കിന്റെ അതേ പ്രദേശത്താണ് ഇപ്പോൾ ഈ 6 അന്തർവാഹിനികൾ കൊണ്ട് ഇവന്മാർ ഇറക്കാനുള്ള പരിപാടി ഇവന്മാര് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് ഒന്ന് ഭയന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ലേ? അല്ല, ഇതിനകത്ത് ഞാൻ ഇപ്പൊ ഈ അന്തർവാഹിനി ഇറക്കുമെന്ന് പറഞ്ഞത് ഉടനെ ഒന്നും ഇത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ രാജ്യം തന്നെ അന്തർവാഹിനികൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് എത്ര നാൾ കൊണ്ടിട്ടാണ് നമ്മൾ ഓരോന്ന് ഇറക്കുന്നത്. നമുക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് രാഷ്ട്രീയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം യൂനസ് ഒരു കരുത്തനാണെന്നും ഒരു ശക്തനായ ഭരണാധികാരിയാണെന്നും അറിയിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ യൂനസിന് മുമ്പോട്ട് തുടരാനാകൂ. അതുപോലെ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ഒരു വീര്യം കിട്ടും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജനങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഭരണാധികാരി സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാകണം. നമ്മുടെ ഭരണാധികാരി സ്ട്രോങ് ആണെന്ന് മനസ്സിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ പരീക്ഷണം നടത്തുന്നു, നമ്മൾ മറ്റു രാജ്യങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു, വെല്ലുവിളിയെ നമ്മൾ നേരിടുന്നു, അടിച്ചാൽ തിരിച്ചടിക്കൂടാന്ന് പറയുക മാത്രമല്ല അടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ രാജ്യം സ്ട്രോങ് ആണ്. ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള കൊച്ചുകുട്ടി പോലും ആരും ഭയക്കുന്നില്ലല്ലോ. ചൈന വരട്ടെ, ചൈനയെ നമ്മൾ അടിക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കും. അപ്പൊ എല്ലാവരും അത് ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവർ വളക്കേ ഉള്ളായിരുന്നു, ഓടിക്കത്തില്ല. പക്ഷെ ഇത്തവണത്തെ അവരുടെ വളക്കൽ അല്പം കൂടിപ്പോയി പൽഗാമില്. അതിനെയാണ് ഇപ്പൊ കിട്ടിയത് അടി. ഇല്ലേ കിട്ടത്തില്ലായിരുന്നു അടി. 1-2 പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെടിവെച്ചുകൊണ്ടൊക്കെ ഇരുന്നിരുന്നെങ്കിൽ പഴയ സിസ്റ്റം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ കളി ഒന്ന് കൈവിട്ടു പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. ബംഗ്ലാദേശ് യൂനിസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ജപ്പാനിൽ പോയി. ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ട് അവിടുന്ന് എന്തൊക്കെയോ കുറെ കരാറുകൾ. വലിയ രസമെന്ന് പറയാ ധനുഷനകത്ത്. ഇദ്ദേഹം പോയി കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ കരാറിന് വാല്യൂ ഇല്ല. മറ്റുള്ള രാജ്യങ്ങൾ ഇതിന് വാല്യൂ കൊടുക്കില്ലത്. ചൈനയിൽ പോയി ഇദ്ദേഹം പ്രസംഗിച്ചിട്ടൊക്കെ ചൈനയിലെ പുള്ളിക്കിട്ട് സ്വീകരണം അറിയാമല്ലോ. ചൈനീസ് പ്രസിഡന്റ് ഒന്നും അവിടെ വന്നൊന്നുമില്ല. അവസാനം 3-4 ദിവസം കഴിയുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് വീട്ടോട് പരിചയറിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ കാണിച്ചു തന്നത്. അവിടെ വന്നിട്ട് 2-3 മന്ത്രിമാരെ അങ്ങോട്ടൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോയത്. അങ്ങനെ പരവതാനിയും കുന്തും കുറച്ചൊന്നും ഇല്ല. കാരണം ഇതിലൊരു കെയർ ടേക്കർ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ റോൾ എന്താണ്? അദ്ദേഹം കെയർ ടേക്കർ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയല്ല. ആ കെയർ ടേക്കർ പ്രധാനമന്ത്രിക്ക് വേറെ കരാറൊന്നും ഒപ്പിടാനുള്ള അധികാരമൊന്നുമില്ല. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മാത്രമാണ്, ഒരു റോളും ഇല്ല. അത് ലോകത്തിന് എല്ലായിടത്തും അറിയാം. പക്ഷെ അവിടെ ജനങ്ങൾക്ക് അറിയത്തില്ല. പാകിസ്ഥാൻകാരുടെ അനിയന്മാരാണല്ലോ ഇവന്മാര്. അവന്മാർക്കും ബോധമില്ല, ഇവന്മാർക്കും ബോധമില്ല. ഒരേ രക്തവും ഒരേ ജീനുമാണ്, ബോധമില്ല. അപ്പൊ ഈ ജനങ്ങളെ പറ്റിക്കാനാണ് ഇടയ്ക്ക് എവിടെ പോകുന്നു, ജപ്പാനിൽ പോകുന്നു, അവരുമായിട്ട് എന്തൊക്കെ വലിയ കരാർ ഒപ്പിടുന്നു. രണ്ടാമത്തെ കാര്യം ഇപ്പൊ ദക്ഷിണ കൊറിയയിൽ പോകുന്നു. അവിടെ ചർച്ചയാണ് ഈ നടക്കുന്നത്. ഞങ്ങൾക്ക് കുറെ അന്തർവാഹിനി വേണം, അന്തർവാഹിനിക്ക് ഇവിടെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തവന്മാരാണ് ഇവന്മാര്. നമ്മുടെ അദാനിക്ക് കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത അദാനി ഫീസ് ഊരിക്കൊണ്ട് പോയി വീണ്ടും കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ കറണ്ട് കൊടുക്കുന്നത്. ആ രാജ്യമാണെന്ന് ആലോചിക്കണം. അപ്പൊ അവിടെ പോയിട്ട് ഈ അവിടുത്തെ ശരിയായിരിക്കും, അവിടുത്തെ നാവിക സേനയുടെയോ ഇല്ലെങ്കിൽ അവിടെ ഈ സബ്മറൈൻസ് ഉണ്ടാക്കുന്ന കമ്പനികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടാകും. അതിപ്പോ ഏത് രാജ്യക്കാർ എന്നാലും സബ്മറൈൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ബ്രഹ്മോസ് വേണമെന്ന് പറഞ്ഞ ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രതിനിധികൾ വരാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ കമ്പനിയും കൊണ്ട് കാണിക്കും അല്ലെ? നമ്മൾ കച്ചവടത്തിന് ഇരിക്കുന്നവരാ. നമ്മൾ പറയുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം പറയും ഞാനൊരു 100 കോടി രൂപയുടെ ഡീൽ ഉറപ്പിക്കാനാണ് വരുന്നത്. പക്ഷെ നമുക്കറിയാം എന്റെ കയ്യിൽ 100 കോടി ഒരു കൂറയും ഇല്ലെന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ വിചാരിക്കും 1-2 എണ്ണം മേടിച്ചാൽ നമുക്ക് അത്രേ ആയല്ലോ എന്ന് നമ്മൾ കരുതും. എന്ന് പറഞ്ഞതൊക്കെയാണ് അവിടെ പോയിട്ട് ഇവരുമായൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഈ സബ്മറൈൻസ്, പാകിസ്ഥാൻ സബ്മറൈൻസിന്റെ തള്ളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. 12 സബ്മറൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അവസാനം 2 എണ്ണമേ നിലവിലുള്ളൂ, 6 എണ്ണം കട്ടപ്പുറത്താണെന്ന് പറഞ്ഞു. പിന്നെന്താ സംഭവിച്ചത്? ചൈനയ്ക്ക് 12 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ കൊടുത്തിട്ടില്ല, പൈസ കൊടുക്കാത്തതുകൊണ്ട്. അതിനേക്കാൾ കഷ്ടമാണ് ഇവരുടെ കാര്യം. അപ്പൊ ഇവിടെ പോയി ചർച്ച നടത്തിയിട്ടുണ്ടാകാം. ഇനിയിപ്പോ യൂണിസ് ചെയ്യാൻ പോകുന്ന കാര്യം നേരെ തുർക്കിക്ക് വെച്ച് പിടിക്കും. തുർക്കി പോകും, യാതൊരു ഇതുമില്ല, ഡൗട്ടും ഇല്ല. തുർക്കി പോകും. തുർക്കി പോയിട്ട് അവിടെ ഒരു ആയുധ വ്യാപാര ചർച്ചയൊക്കെ നടത്തും. ചിലപ്പോൾ തുർക്കി ചിലപ്പോൾ സാമ്പിൾ ഡോസ് എന്ന നിലയിൽ ചിലവാകാതിരിക്കുന്ന കുറെ ഡ്രോണൊക്കെ ചിലപ്പോൾ കൊടുത്തു വിടുമായിരിക്കും. അതല്ലാതെ അപ്പുറത്തേക്കൊന്നും അവിടെ സംഭവിക്കാനിടയില്ല. ഇങ്ങനെ കുറെ സ്ഥലത്ത് പോയിട്ട് താൻ ഈ രാജ്യത്ത് ബംഗ്ലാദേശിലെ കരുത്തനായ ഭരണാധികാരിയാണ്, ആയുധബലം കൂട്ടുകയാണ് നമ്മൾ എന്നുള്ള. പക്ഷെ ബോധവും വിവരവും ഉള്ളവനറിയാം ആയുധബലമല്ല അവിടെ കൂട്ടുന്നത്,
ഓവർ ദാരിദ്ര്യ രേഖയിലേക്ക് അവിടുത്തെ ജനം പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളമില്ല, ഭക്ഷണമില്ല. അവിടെ ടാക്സി, ബസ് ജീവനക്കാരുടെ പണിമുടക്ക് തുടങ്ങിയിട്ട് മാസങ്ങളായി. അവിടെ അവർക്ക് സുസ്ഥിരതയില്ല, സുരക്ഷയില്ല. അങ്ങനെയുള്ള രാജ്യത്ത് ആയുധം മേടിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അവർ ഇത് ചെയ്യും. അവിടെ വ്യവസായികൾ വലിയ സമരത്തിലാണ് അവർ പറയുന്നത് ഇന്ത്യയുമായിട്ട് എത്രയും പെട്ടെന്ന് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തെങ്കിൽ ഞങ്ങൾ പട്ടിണിയായി പോകും. കാരണം ചരക്കുകൾ നീങ്ങുന്നില്ല, അവർക്ക് ചരക്കുകൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ചൈനയെടുത്ത് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ചൈനയെ കൊണ്ടുപോയിട്ട് ചൈനയിൽ നിന്ന് നേപ്പാളിലേക്കും മ്യാൻമാറിലേക്കും ഇല്ലെങ്കിൽ തായ്ലൻഡിലേക്കും സിംഗപ്പൂരിലേക്കും ചരക്ക് കയറ്റി വിടാൻ ഒരു വ്യാപാരിയും തയ്യാറാകത്തില്ല. പകരം ഏറ്റവും ഷോർട്ട് കട്ടിൽ കൂടെ അവന് ലാഭമുള്ള ബിസിനസ് അല്ലേ അവൻ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാനൊരു 10 ഷർട്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നു, നേപ്പാളിൽ കൊണ്ടുപോകുന്നെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് എന്താണ്, നേരെ വെസ്റ്റ് ബംഗാളിൽ കയറുക, അവിടുന്ന് ബീഹാർ വഴി യു പി വഴി നേരെ നേപ്പാൾ. എന്റെ വണ്ടി അവിടെ വരെ ഓടും, എനിക്ക് അത്രയും എക്സ്പെൻസേ വരുന്നുള്ളൂ. അതല്ല ഈ സാധനം പൊക്കിക്കൊണ്ട് ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് അയക്കാൻ ശ്രമിക്കത്തില്ലല്ലോ, ഇല്ലെങ്കിൽ ഇതും കൊണ്ട് ഞാൻ ചൈനയിൽ പോയിട്ട് അയക്കാൻ ശ്രമിക്കത്തില്ലല്ലോ, അല്ലേ? അപ്പം അതുകൊണ്ട് അവിടുത്തെ വ്യാപാരികൾ ആ രീതിയിലായിട്ട് മുമ്പോട്ട് പോവുകയാണ് കാര്യങ്ങൾ. ഇപ്പൊ US-ന് അയാളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡിസംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ ഭരണം പിടിക്കുന്നു സൈന്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പട്ടാളം ധാക്കയിൽ ഉൾപ്പെടെ നിലയുറപ്പിക്കുകയാണ്, അവരുടെ ടാങ്ക് ഉൾപ്പെടെ ധാക്കയിൽ കിടക്കുകയാണ്, നിലയുറപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ആദ്യം പുള്ളി ഇറക്കിയ സെന്റിമെന്റ്സ് ആയിരുന്നു, എന്താണ്, ഞാൻ രാജിവെക്കാൻ പോകുന്നു. പിറ്റേ ദിവസം മലക്കം പറഞ്ഞു, ഞാൻ രാജിവെക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് ഇതേ ഡയലോഗുകളാണ് അടിക്കുന്നത്. ഞാൻ അവിടെ പക്ഷേ ഈയുടെ കാര്യം എന്ന് വെച്ചാൽ ഈ വാവിട്ട് ഡയലോഗ് അടിക്കുന്തോറും ഈ കുരുക്കിലായിട്ട് ചെന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറിയയിൽ അദ്ദേഹം പോകുന്നു. സത്യത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സബ്മറൈൻസിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നിലവിൽ ബംഗ്ലാദേശിന് സൗത്ത് കൊറിയയുടെ സബ്മറൈൻസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സബ്മറൈൻസ് തന്നെ എത്ര ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവർ നിൽക്കുന്നത്. ഇതിനകത്തൊരു രസം എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് നമ്മളും ഒരു യുദ്ധം ഉണ്ടായിരുന്നല്ലോ, പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയെ തുരത്തിയ ഒരു കഥയുണ്ട്. അതിപ്പോഴും ചരിത്രമായി തന്നെ നമുക്ക് യൂട്യൂബിൽ അടക്കം അവൈലബിൾ ആണ്. അത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴുള്ള ഒരു സംഭവവും ഇല്ലായിരുന്നിട്ട് പോലും നമ്മൾ അവരെ എങ്ങനെ തുരത്തി ഓടിച്ചത്. പക്ഷേ നമ്മുടെ ഇവിടെ റഷ്യ ഉണ്ടായിരുന്നു. ആ റഷ്യക്കൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരിപ്പോ ഈ യുദ്ധത്തിന്റെ ഒരു കെടുതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവര് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ യുദ്ധക്കെടുതിയിൽ നിന്ന് അവർ ഉയർന്നു വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഈ യുദ്ധക്കെടുതി എല്ലാ രാജ്യങ്ങൾക്കും ബാധകമല്ലായിരുന്നു? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എത്ര രാജ്യങ്ങൾ തകർന്നടിഞ്ഞു പോയി? അതിനുശേഷമല്ലേ പലരുമൊക്കെ ഉയർന്നു വന്നത് അതിൽ നിന്ന്. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്നത്തെ പ്രബലമായ രാജ്യങ്ങൾ ജർമ്മനി അടക്കം തകർന്ന് താഴെ പോയില്ലേ? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യു കെ എന്താണ്, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ അധിപന്മാർ തകർന്ന് താഴെ പോയില്ലേ? മൂന്നാമത് ബ്രിട്ടൻ പോയില്ലേ? മൂന്നാമത് ഇപ്പൊ ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി ഇന്ത്യ കണക്കുള്ള രാജ്യം ഉയർന്നു വന്നില്ല, സാമ്പത്തികമായി മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ്. അവിടെയാണ് ഇപ്പോഴും ഞാനിത് വേറൊന്നും കാണേണ്ടത്. പക്ഷേ ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ, യൂനസ് ഒന്നാളാകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അദ്ദേഹത്തിന് റോളില്ല. അല്ല, ഒന്ന് ആളാകാൻ വേണ്ടിയിട്ടാണ് US ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ അന്തർവാഹിനികൾ എവിടെയാണ് വിന്യസിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടല്ലോ. ഇത് ആക്ച്വലി വിന്യസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര സാധനങ്ങളാണ് കേട്ടോ. ജാങ് വോഗോ ക്ലാസ് അന്തർവാഹിനികളാണ് ഇത്. ബംഗ്ലാദേശ് നാവികസേന പുറത്തിറക്കുന്നത് അണ്ടർ വാട്ടർ ഫ്ലീറ്റ്. ഇത് വിന്യസിക്കുന്നത് ചൈനയുടെ പോളി ടെക്നോളജീസ് $1.29 ബില്യൺ ചെലവിൽ നിർമ്മിച്ച കോക്സ് ബസാറിനടുത്തുള്ള പുതുതായി നിർമ്മിച്ച BNS പെക്കുവ അന്തർവാഹിനി ബേസിലാണ് ഈ അന്തർവാഹിനികൾ വിന്യസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ചൈന നിർമ്മിച്ച അന്തർവാഹിനി ബേസ് ദക്ഷിണ കൊറിയ സംയുക്തമായിട്ട് ഫണ്ട് ചെയ്യുന്നു, ബംഗ്ലാദേശ് അവിടെ വിന്യസിക്കുന്നു. അപ്പൊ ഇതിന് പിന്നിൽ ചൈനയുടെ ഒരു കൈകളുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. ചൈന ഫണ്ട് ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ലത്. ചൈന ഫണ്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ചൈന നോക്കിയും കണ്ട് ഫണ്ട് ചെയ്തു. കാരണം അവൻ എന്ത് പ്രോഫിറ്റ് എന്നാണ് അവൻ നോക്കുന്നത്. ഒരുപക്ഷെ ഫണ്ട് ചെയ്യുമായിരിക്കാം, പക്ഷെ പെട്ടെന്ന് ഇപ്പോഴത്തെ അവസ്ഥ ഫണ്ട് ചെയ്യാനുള്ള സാധ്യത, ഫണ്ട് ചെയ്യാനല്ല, ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാകാം, ഫണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞാണ് നിൽക്കുന്നത്. കാരണം 2-3 റീസൺസ് ഉണ്ടായി. ഒന്ന്, ഈ റഷ്യ ഇതിനകത്ത് നിരന്തരം ഇടപെടുന്നു. റഷ്യ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ചൈന ബന്ധമാണ്. കാരണം അതിനൊരു ചെറിയ പോറലേൽക്കാതെ മുൻപോട്ട് പോകുന്നത് റഷ്യയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യ അതിനകത്ത് വലിയ നീക്കം തന്നെ നടക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ പാകിസ്ഥാനിൽ കൈവള്ളിയിരിക്കുന്നവരാണ്. അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. കഴിഞ്ഞ ദിവസം അവരുടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് വായ് അഫ്ഗാനിസ്ഥാനിലെത്തി. അവിടെ പാകിസ്ഥാൻ മന്ത്രിയെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു വരുത്തി, അഫ്ഗാനിന്റെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചു വരുത്തി. രണ്ടുപേരെയും കൂടെ ചേർന്നുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും കൂടെ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ സ്നേഹത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇതുണ്ടാക്കി. കാരണം ഇന്ത്യയുമായി കൂടുതൽ എടുക്കാൻ തുടങ്ങി അഫ്ഗാനിസ്ഥാൻ, അതവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പം ചൈന ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ അവർ തുടങ്ങിയിട്ടില്ല, പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ മറ്റിടത്ത് തുടങ്ങി പകുതിയിട്ടിരിക്കുന്ന പണികൾ പൂർത്തിയാക്കണമെങ്കിൽ അഫ്ഗാന്റെ സഹായം അവർക്ക് അനിവാര്യമാണ്.
ഒന്ന് അഫ്ഗാന്റെ ഒരു മണ്ണിൽ അവർക്ക് നോട്ടമുണ്ട്, അവരുടെ ധാതു സമ്പത്ത് നോട്ടമുണ്ട്. രണ്ട്, ഈ അഫ്ഗാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺ മേഖലകളെല്ലാം തന്നെ. അവിടേക്കാണ് ഇവരുടെ ഗദാർ തുറമുഖമുള്ളത്, അവിടെ എയർപോർട്ട് ഉള്ളത്. അങ്ങനെ എല്ലാ സംവിധാനവും ഒരുപാട് പണം മുടക്കിയിരിക്കുന്നത് അവിടെയാണ്. ബലൂചിസ്ഥാൻ മേഖലയിലാണ് അവർ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത്. ഇതൊക്കെ അവർ സുരക്ഷിതമായി കുറച്ചെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഫ്ഗാൻ കൂടി അടഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തീർന്നു. അതുകൊണ്ട് അവരുടെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ടാണ് അവർ പോകുന്നത്. പിന്നെ അവരിപ്പോ ഈ ആയുധങ്ങൾ വെറുതെ എടുത്ത് കൊടുക്കില്ല, കാരണം അവർക്ക് സ്ക്രാപ്പ് കൊടുക്കാൻ ഒരു രാജ്യം നിലവിലുണ്ട്, അത് പാകിസ്ഥാനാണ്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒരു രാജ്യത്തിന് കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ കൊടുക്കുന്നത്. നേപ്പാളിന് ബോയിങ് വിമാനം കൊടുത്തത് നമ്മൾ കണ്ടതാണല്ലോ, അത് പൊളിഞ്ഞ് പാളീസായി തകർന്ന് തരിപ്പണമായി, അതിന്റെ കഷ്ണം പോലും കിട്ടിയില്ല. അപ്പം ഇങ്ങനത്തെയാണ്. അവരുടെ എയർപോർട്ട് പണിത് കൊടുത്തു. ഫസ്റ്റ് ദിവസം ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ 162 പേര് മരിച്ചു. അതുകൂടി അതിന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നും ഇറങ്ങുന്നില്ല, അത് പൊട്ടിക്കിടക്കുക. അപ്പൊ ഇങ്ങനെയാണ് അവന്മാരുടെ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ യുഎൻഎസ് പിടിച്ചു നിൽക്കാനുള്ള അവസാന കളികളാണ്. കാരണം ഇനി ചിലപ്പോൾ 2-3 മാസം കൂടെ അദ്ദേഹത്തിന് നിൽക്കുക. ഇനി തുടർഭരണം കിട്ടുമോ, അല്ലെങ്കിൽ താനൊരു ശക്തനായ ഭരണാധികാരിയാണ്, ജനം തന്റെ ഒപ്പം നിന്നിട്ട് യുഎൻഎസ് മതി എന്ന് അവിടുത്തെ ബംഗ്ലാദേശി ജനം പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഗിമ്മിക്കായിട്ട് മാത്രമാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ 6 സബ്മറൈൻസ് ഒക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിപ്പോ ചൈനയുടെ നിന്ന് വാങ്ങിയാലും വിയറ്റ്നാമിന്റെ നിന്ന് വാങ്ങിയാലും വാങ്ങുന്നതിന് പൈസ കൊടുക്കണല്ലോ, ആരും ഓസിന് കൊടുക്കത്തില്ല. നമ്മുടെ രാജ്യം ഇപ്പൊ സ്വന്തമായിട്ട് ഇറക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. നമ്മുടെ രാജ്യം തന്നെ വളരെ സ്പീഡിൽ ഇറക്കിയിട്ട് തന്നെ അതിന് എത്ര ടൈം എടുക്കുന്നുണ്ട്, അതിന്റെ എക്സ്പെൻസ് നമ്മൾ എത്രയാണ്. നമ്മുടെ ഓരോ വിമാന അന്തർവാഹിനികൾ ഇറക്കുമ്പോൾ കാണുന്നില്ലേ, കോടികളാണ് അതിൽ മുടക്കുന്നത്. അത്രയൊന്നും ഞാനതാ ഞാൻ പറഞ്ഞത്, കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തവനാണ് അവരാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ യുഎൻഎസുമായിട്ട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ചർച്ചയ്ക്ക് പോകാത്തതെന്ന് വെച്ചാൽ അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണാധികാരി അല്ലത്, ഇടക്കാല സർക്കാർ. അവർ തന്നെ വിശേഷിപ്പിക്കുന്നതാണ് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവെന്നാണ്. യുഎൻഎസിന് ആ രാജ്യം കൊടുത്തിരിക്കുന്ന റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായി ഇരിക്കുക, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടെ വിളിച്ചുകൂട്ടി സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തുക, ആ തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കുന്ന ഒരു സർക്കാരിനെ അധികാരത്തിലേറ്റുക. അതിന് പറ്റിയ ആളായിട്ടാണ് യുഎൻഎസിനെ അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. നോബൽ സമ്മാന ജേതാവാണല്ലോ, മാന്യനാണല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് പോയി ഡീല് നടത്താൻ വേണ്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ ഭരണാധിപന്റെ റോളിലേക്കാണ് പുള്ളി പോകുന്നത്. താൻ പ്രധാനമന്ത്രി എന്നുള്ള റോളിലേക്കാണ് പുള്ളി പോകുന്നത്. ഇതാണ് പട്ടാളത്തിന് ഇടയ്ക്കിടയ്ക്ക് ചൊറിയാൻ തോന്നുന്നത്. പട്ടാളം കയറി ഡയലോഗ് അടിക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഇങ്ങനെ ആ കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇതിനാണ് ജനം, മനസ്സിലാകുന്നുണ്ടോ? അത് അവിടുത്തെ ജനത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കയറ്റാൻ വേണ്ടി നിന്ന് വിദ്യാർത്ഥി യൂണിയൻകാർ ഇപ്പൊ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും യുഎൻഎസിന്റെ ഈ ഗിമ്മിക്കുകളൊക്കെ മാറും, 2-3 മാസത്തിനുള്ളിൽ മാറും. എന്തായാലും അന്തർവാഹിനി 3 മാസത്തിനുള്ളിൽ ഇറക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഇത് മാറും ഏതായാലും. ഈ പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന സ്ഥലം അതെന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒക്കെ പ്രസ്താവന കഴിഞ്ഞിട്ടായിരിക്കും. ചിക്കനൊക്കെ ഞങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒരുങ്ങുകയാണ് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് എവിടം വരെ പോകുമെന്നുള്ളത്. നോക്കാം നമുക്ക്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.